അസ്സാമിൽ ഹിന്ദുക്കളുടെ ഭൂമി ഇനി മുസ്ലിങ്ങൾ വാങ്ങണമെങ്കിൽ ഒരുപാട് നിബന്ധനകൾ വരുന്നു കേൾക്കുന്നുണ്ടല്ലോ. അതെ, ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തുവെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്ന് ഞാൻ നോക്കിയിട്ട് മലയാള പത്രങ്ങളിലൊന്നും കണ്ടില്ല. ഞാൻ നോക്കിയ മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ കണ്ടില്ല. മറ്റു പത്രങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകർക്ക്, ഇടതുപക്ഷക്കാർക്ക്, ഇസ്ലാമിസ്റ്റുകൾക്ക് ആസാമിൽ മനുഷ്യത്വം, ജനാധിപത്യം കുരുതി കൊടുക്കപ്പെടുന്നു എന്നൊക്കെ പറയാവുന്നതാണ്. അതിനുള്ള സമയം ഇനിയുണ്ട്. നമ്മുടെ വാർത്ത കണ്ടിട്ടെങ്കിലും അവർക്ക് സമരരംഗത്തേക്ക് BJPയുടെ ആസാം മുഖ്യമന്ത്രിയുടെ ഫാസിസ്റ്റ് വിരുദ്ധ നടപടിക്കെതിരെ രംഗത്ത് വരാവുന്നതാണ്. അപ്പോൾ വിശദവിവരം പറയാം. അതായത് ആസാമിൽ വലിയ പ്രശ്നമാണ്. ആസാമിലെ തദ്ദേശവാസികളെക്കാൾ കൂടുതൽ ആയിക്കൊണ്ടിരിക്കുന്നു പല മേഖലകളിലും മുസ്ലിമുകൾ. ഈ മുസ്ലിമുകൾ ആസാമുകാരല്ല, ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറി വന്നവരാണ്. അവിടെ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ ആസാം മുഖ്യമന്ത്രി അനധികൃത നുഴഞ്ഞുകയറ്റ ബംഗ്ലാദേശി മുസ്ലിമുകളെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ ഈ ഇടതുപക്ഷ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു സംഘം പ്രശാന്ത് ഭൂഷൺ, ഹർഷമന്ദർ, ജവഹർ സിക്കാർ, പിന്നെ സെയ്ദ ഹമീദ് തുടങ്ങിയവരുടെ ഒരു സംഘം ഇപ്പോൾ ആസാമിലെത്തിയിട്ടുള്ളത്. അപ്പോൾ സെയ്ദ ഹമീദ് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ, ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ അംഗമായിരുന്നു. സോണിയാഗാന്ധിയുടെ ചംച്ചയാണ്. അവരെന്താ പറഞ്ഞറിയോ? അള്ളാഹു ഉണ്ടാക്കിയതാണ് ഭൂമി, അതുകൊണ്ട് അത് മനുഷ്യന്മാർക്ക് എവിടെയും താമസിക്കാം. ബംഗ്ലാദേശി മുസ്ലിമുകൾ ആസാമിൽ വന്ന് ഇന്ത്യയിൽ വന്ന് താമസിച്ച എന്താ കുഴപ്പം? അവരെ പുറത്താക്കാനൊന്നും പാടില്ല എന്ന് അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് വലിയ വാർത്തയായിരുന്നു. മലയാളത്തിലെ പത്രങ്ങളിലൊന്നും മാധ്യമങ്ങളിലൊന്നും വന്നില്ല. അപ്പം ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ഒക്കെ മുസ്ലിമുകളാണെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ വന്ന് താമസിക്കാൻ അവകാശം കൊടുക്കണം എന്ന് പറയുന്നവരാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശി മുസ്ലിങ്ങളെ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് അവരെ ഒഴിപ്പിക്കാനുള്ള നടപടി ആസാം തുടരുന്നത്. അപ്പം പ്രധാനപ്പെട്ടൊരു സംഭവം, ആസാമിൽ കടന്നു കയറിയിട്ടുള്ള ഈ ആളുകൾ, അവരുടെ നല്ല തോതിൽ പണമുണ്ട്. എവിടുന്നാണെന്നറിയില്ല. ഇവർ പണം കൊടുത്ത് തദ്ദേശവാസികളായ ആളുകളുടെ ഭൂമി വാങ്ങും. ഭൂമി വാങ്ങുമ്പോൾ ഓണർഷിപ്പായി കഴിഞ്ഞാൽ പിന്നെ കടമടയ്ക്കാം. അങ്ങനെ ഭൂമി വാങ്ങി ബംഗ്ലാദേശി മുസ്ലിമുകൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യക്കാരാവുന്നു. ഭൂമി ഉടമസ്ഥരായി മാറി ഇന്ത്യക്കാരെന്നുള്ള ഭാവത്തിൽ താമസിക്കുന്നു. ഇതിന് തടയണം. ഇത് തടയാതെ കുടിയൊഴിപ്പിക്കൽ, നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കൽ പറ്റില്ല. അതിനുവേണ്ടി ഇന്നലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇന്നലെ മന്ത്രിസഭ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ ഭൂമി ഹിന്ദുവിന് വാങ്ങാം, മുസ്ലിമിൻ്റെ ഭൂമി മുസ്ലിമിന് വാങ്ങാം. എന്നാൽ ഹിന്ദുവിൻ്റെ ഭൂമി മുസ്ലിം വാങ്ങുകയാണെങ്കിൽ അങ്ങനെ ലഭിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ, അതായത് ഭൂമി ഈ പറയുന്ന പോലെ ഹിന്ദുവിൻ്റെ ഭൂമി മുസ്ലിങ്ങൾ വാങ്ങുന്നത് നിരോധിച്ചുകൊണ്ട് ഒരു നിയമം കൊണ്ടുവന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്ത് ചെയ്യും? ഉടനെ അത് സ്റ്റേ ചെയ്യും. അതെ. അപ്പോൾ അതുകൂടെ കണക്കാക്കിയിട്ടായിരിക്കും. നിരോധനമൊന്നുമില്ല, പക്ഷേ ഈ പോക്കുവരവ് അല്ലെങ്കിൽ പ്രമാണം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചില നടപടിക്രമങ്ങൾ പാലിച്ചു. ഒന്ന്, ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഉൾപ്പെടെ വിവരങ്ങൾ കാണിച്ച് സബ് ഡിവിഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുക്കണം. ആദ്യം തന്നെ എൻ്റെ ഭൂമി സലിം എന്ന് പറയുന്ന ഇന്നടത്ത് ഇന്ന വീട്ടിൽ സലിം എന്ന് പറയുന്ന ആൾ വാങ്ങാൻ വരുന്നുണ്ട്, ആ കച്ചവടം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ് സബ് ഡിവിഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സബ് ഡിവിഷൻ ഓഫീസർ പ്രാദേശികമായ ഒരു അന്വേഷണം നടത്തിയിട്ട് ഞാനിത് സ്ഥലത്ത് പോയി നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് കൊടുക്കണം. ഡെപ്യൂട്ടി കമ്മീഷണർ എന്ത് ചെയ്യണം? ഡെപ്യൂട്ടി കമ്മീഷണർ നിലയിൽ വീണ്ടും ഒരു പരിശോധന നടത്തണം. അപ്പോൾ പല തട്ടിലുള്ള പരിശോധനയാണ്. ഒന്ന്, അപേക്ഷ കിട്ടിയാൽ സബ് ഡിവിഷൻ ഓഫീസർ സ്ഥലത്ത് പോയി അന്വേഷിച്ച് അതിൻ്റെ നിജസ്ഥിതി, ഇത് ഫ്രോഡുലൻ്റ് അല്ല, യഥാർത്ഥ കൈമാറ്റമാണ്, വാങ്ങാൻ വരുന്നവൻ ഇന്ത്യക്കാരൻ തന്നെയാണ്, മുസ്ലിം ആയതുകൊണ്ട് മാത്രം പോരാ, ഇന്ത്യക്കാരൻ തന്നെയാണെന്നുള്ളത് ഉൾപ്പെടെ വിലയിരുത്തി ഡെപ്യൂട്ടി കമ്മീഷണർക്ക് റിപ്പോർട്ട് കൊടുക്കുക. ഡെപ്യൂട്ടി കമ്മീഷണർ എന്ത് ചെയ്യണം? റവന്യൂ വകുപ്പിന് കൊടുക്കണം. റവന്യൂ വകുപ്പ് ഒരു അന്വേഷണം നടത്തും. അതുകൂടാതെ റവന്യൂ വകുപ്പ് ആസാം പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന് കൈമാറും. അപ്പോൾ ഭൂമി വാങ്ങാൻ പോകുന്ന ആളുടെയും വിൽക്കാൻ പോകുന്ന ആളുടെയും വിവരങ്ങൾ രഹസ്യ പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന് കിട്ടി. സ്പെഷ്യൽ ബ്രാഞ്ച് എന്ത് ചെയ്യണം? ഈ ഭൂമി വാങ്ങാൻ വന്നിരിക്കുന്ന ആൾ ആരാണ്, അയാളുടെ വിശദാംശങ്ങൾ പരിശോധിക്കണം. ഈ പറഞ്ഞ പോലെ അയാളുടെ പൗരത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അപ്പോൾ സാമ്പത്തിക സോഴ്സും വേണ്ടേ? സാമ്പത്തിക സോഴ്സ് അന്വേഷിക്കണം. ഈ ഇടപാട് വ്യാജമായി ഉണ്ടാക്കിയതാണോ എന്നറിയണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണെന്നറിയോ? ഇപ്പോൾ സിനുവിൻ്റെ ഭൂമി ഒരു ദിവസം ഞാനൊരു പ്രമാണം വ്യാജമായി ഉണ്ടാക്കി എൻ്റെയാണെന്ന് അവകാശപ്പെട്ട കയറി വസ്തുവിലങ്ങ് താമസിക്കുകയാണ്. സിനു അറിഞ്ഞിട്ടില്ല. സിനുവിൻ്റെ ഒരു 5 ഏക്കർ സ്ഥലം അവിടെ കിടപ്പുണ്ട്. ഒരു 3 ഏക്കറിൽ ഞാൻ വളച്ച് കെട്ടി വീടുണ്ടാക്കി, ഞാനൊരു പ്രമാണം ഉണ്ടാക്കി സിനു എനിക്ക് വിറ്റതായിട്ട് രേഖയുണ്ടാക്കി ഒരുപാട് ബംഗ്ലാദേശി മുസ്ലിമുകൾ ആസാമിലുണ്ട്.
അതുകൊണ്ട് ഈ ഇടപാട് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കണം, വാങ്ങുന്ന ആൾ പൗരനാണോ എന്ന് നോക്കണം, അയാൾക്ക് എവിടെ നിന്ന് പണം കിട്ടിയെന്ന് അന്വേഷിക്കണം. ഇതെല്ലാം സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധിച്ചിട്ട് ഇതിന് ലോക്കൽ പ്രാദേശികമായി പോലീസും ലോക്കൽ ഫീഡ്ബാക്ക് എടുക്കണം. അത് നോക്കൂ, ഇതേ കാര്യം തന്നെയാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് എടുക്കണം, ഡെപ്യൂട്ടി കമ്മീഷണർ എടുക്കണം, റവന്യൂ ഉദ്യോഗസ്ഥർ എടുക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ അവരെടുക്കുന്നത് പോരാ, പോലീസും കൂടെ പോയിട്ട് എടുക്കണം. അതായത് ഒരു തരത്തിലും പിഴവ് പറ്റരുത്. ഈ ഇടയ്ക്കുള്ള ഉദ്യോഗസ്ഥന്മാർ ഒത്തുകളിച്ചാൽ പറ്റുമല്ലോ. അതുകൊണ്ട് ആണ് 4 ലെവൽ സ്ക്രീനിങ് ആണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 3 സ്ക്രീനിങ്, സബ് ഡിവിഷണൽ ഓഫീസർ, ഡെപ്യൂട്ടി കമ്മീഷണർ, റവന്യൂ വകുപ്പ്, അതുകൂടാതെ പോലീസിൻ്റെ സ്ക്രീനിങ്. അപ്പോൾ 4 തരത്തിലുള്ള ഒരു അരിപ്പ കഴിഞ്ഞിട്ട് മാത്രമേ ഇത് വിൽപ്പനയ്ക്കുള്ള പ്രക്രിയ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർന്നില്ല. അങ്ങനെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കിട്ടണം. സംസ്ഥാന സർക്കാർ അത് പരിശോധിക്കും. പരിശോധിച്ചിട്ട് ഈ ഇടപാട് നടത്താൻ പറ്റുമോ എന്ന് പരിശോധിക്കും. ഈ കച്ചവടം നടന്നാൽ ദേശ സുരക്ഷയെ ബാധിക്കുമോ? നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലെ ഭൂമി വലിയ തോതിൽ ഇങ്ങനെ കൈമാറിയാൽ, പ്രത്യേകിച്ച് ബംഗ്ലാദേശി മുസ്ലിങ്ങൾ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലെ ഭൂമി വാങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ആ ഭാഗം ബംഗ്ലാദേശായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ദേശ സുരക്ഷയെ ബാധിക്കുമോ? പ്രാദേശികമായി ഇങ്ങനെ ഭൂമി വാങ്ങുന്നത്, ഹിന്ദുക്കൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്തെ ഭൂമി മുസ്ലിങ്ങൾ കൂടുതലായി വാങ്ങിയാൽ അവിടുത്തെ ജനസംഖ്യയിൽ വ്യത്യാസം വന്നാൽ അത് പിന്നീട് സാമുദായിക പ്രശ്നങ്ങളായിട്ട് മാറുമോ? തുടങ്ങിയ കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞ് സർക്കാർ പറയും ഈ കച്ചവടം നടത്തണോ വേണ്ടിയോ എന്നുള്ളത്. അങ്ങനെ ഗവൺമെൻറ്റിലൂടെ സംബന്ധിച്ചാൽ മാത്രമേ ഇനി ആസാമിൽ ഹിന്ദുക്കളുടെ ഭൂമി മുസ്ലിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതായത് അന്തിമ തീരുമാനം ഗവൺമെൻറ് പറയുന്നത് അനുസരിച്ചിരിക്കും. അതായത് ഒരാൾ വിൽക്കാൻ തീരുമാനിച്ചാൽ വാങ്ങുന്ന ആളുടെ വിവരങ്ങൾ അറിയുക മാത്രം. ഒരാൾ വിൽക്കാൻ തീരുമാനിച്ചാൽ വിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നോക്കൂ, ഭൂമി വിൽപ്പന നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്തു വില കൊടുത്ത് ഭൂമി വാങ്ങാൻ തയ്യാറാണ്. അതെ, വൻതോതിൽ. അതായത് സാധാരണ നാട്ടിലൊക്കെ സെൻറ്റിന് 2 ലക്ഷം ആണെങ്കിൽ വേണ്ടത് ഞങ്ങൾ 4 ലക്ഷം തന്നേക്ക് അപ്പം തന്നെ കൊടുക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ പാവപ്പെട്ട ഹിന്ദുക്കൾ എന്ന് പറയുന്നത് എന്ത് അറിയോ? കാശ് മതിയല്ലോ, അപ്പം വിറ്റ് കളയും. ഇത് വാങ്ങുന്നവൻ എന്തിനു വേണ്ടി വാങ്ങുന്നു? അവരൊരു 10 സെൻറ്റ് അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലം വാങ്ങിച്ചാൽ അത് 10 പ്ലോട്ടായിട്ട് തിരിച്ച് 10 കുടുംബങ്ങളെ കൊണ്ട് അവിടെ താമസിപ്പിക്കും. ആ പ്രദേശത്തെ ജനസംഖ്യയിൽ വലിയ മാറ്റം വരും. ഇത് വ്യാപകമായി ഇന്ത്യ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. പരിശോധിച്ചാൽ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഒരൊറ്റയാൾ വന്നാൽ മതി. പതുക്കെ അത് സ്ട്രെച്ച് ചെയ്ത് എനിക്കറിയാവുന്നൊരു സ്ഥലം, ഞാൻ പേര് പറയുന്നില്ല, അവിടെ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നില്ല. ഒരു കച്ചവടക്കാരൻ വന്നു, ഒരാളൊരു കടമുറി വാടക എടുത്തു. കടമുറി വാടക എടുത്ത് കടയിൽ 5 പണിക്കാർ വന്നു. 5 പണിക്കാർക്ക് വേണ്ടി 5 വീട് വാടക എടുത്തു. 5 വീട്ടിൽ 5 ഫാമിലി വന്നു. അപ്പം തന്നെ ഒരു 25 പേരായി. ഒരാൾ ഒരു കടമുറി വാടകയ്ക്ക് എടുത്ത സ്ഥലത്ത് 3 മാസത്തിനുള്ളിൽ 25 ആളുകളായി, 5 കുടുംബങ്ങളായി. ഇനി പിന്നെ അവരുടെ ബന്ധുക്കൾ വരികയാണ്. അപ്പോൾ ഇവിടെ തൊഴിലവസരങ്ങളുണ്ട്, പുതിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ വരുന്നു, കൂലിപ്പണിക്ക് വരുന്നു. പതുക്കെ സ്ട്രെച്ച് ചെയ്ത് എന്നെ പറഞ്ഞ ആൾ പറയുകയാണ്, ആ സ്ഥലത്തെ പഞ്ചായത്തിൽ, ആ വാർഡിൽ ഇപ്പോൾ 100-120 പേരുണ്ട്. ഈ 100-120 പേര് എന്ത് ചെയ്യുന്നറിയാമോ? വോട്ടർപട്ടിക ചേർക്കും, എല്ലാം ചേർക്കും. ആ വാർഡിൽ ആര് ജയിക്കണമെന്ന് അവർ തീരുമാനിക്കും. ഒരു ഗ്രാമ വാർഡിൽ 100-120 വോട്ടുകൾ എന്ന് പറഞ്ഞാൽ നിർണായകമാണ്. അതെ. ഇത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ചെയ്തു എന്നാണ് പറയുന്നത്. സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽ കൊണ്ട് ഇരിങ്ങാലക്കട ബൂത്തിൽ 75 പേരെ 3 ലോഡ്ജിൽ 75 തമിഴ്നാട്ടുകാരായ മുസ്ലിം കച്ചവടക്കാരെ ചേർത്തതിൻ്റെ ഡാറ്റ ഉൾപ്പെടെ നമ്മൾ പ്രസിദ്ധീകരിച്ചു. അതെ. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ സുരേഷ് ഗോപിക്ക് ഉണ്ടല്ലോ ഒരു ബൂത്തിലെ കാര്യം 1237 ബൂത്തുകളോ മറ്റാണ് തൃശ്ശൂരുള്ളത്, ഞാൻ ഓർമ്മയെന്ന് പറയുകയാണേ. അങ്ങനെ ഒരു ബൂത്തിലെ BJP-ക്കാർ പിടിച്ചിട്ട് ഒഴിവാക്കിച്ചു വോട്ടർ പട്ടികയിൽ നിന്ന്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട്. ബാക്കി എത്ര ബൂത്തുകളിൽ ഇത് പിടിക്കപ്പെടാതെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാര്യയും മക്കളെയും കൊണ്ട് ചേർത്തു എന്നുള്ള വലിയ വിവാദമായി പറയുന്നവർ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇരിങ്ങാലക്കുടയിൽ സംഗമേശ്വരൻ്റെ വാർഡിൽ മുസ്ലിങ്ങളില്ലാത്ത സ്ഥലത്ത് ലോഡ്ജുകളിൽ 75 പേരെ ചേർത്ത കണക്കാണ് പറഞ്ഞത്. അപ്പോൾ എത്ര സ്ഥലത്ത് ഇങ്ങനെ ചേർത്തിട്ടുണ്ടാവാം. അങ്ങനെ ഈ അട്ടിമറി നടത്തിയില്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഒരുപക്ഷെ 75,000 എന്നുള്ള 1.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത്. അപ്പോൾ ഇത് സ്വാഭാവികമായി നടക്കുന്നതാണ്. ആസാമിൽ ഇത് നടക്കുന്നുണ്ട്. ആസാമിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തെ തടയിടാൻ ഒരു മനുഷ്യൻ ഇങ്ങനെ വട്ടം കയറി നിൽക്കുകയാണ്. ആ ആളുടെ പേരാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ഒരാളാണ്. ഒന്നുമില്ലെങ്കിൽ ഹിമന്ത ബിശ്വ ശർമ്മ ഭാവിയിൽ ഒരു ആഭ്യന്തരമന്ത്രിയായി വരുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് രോമാഞ്ചം വരുന്നുണ്ട്.
കാരണം നിശ്ചയദാർഢ്യത്തോടെ എൻ്റെ സംസ്ഥാനത്തിൻ്റെ സുരക്ഷ, എൻ്റെ സംസ്ഥാനത്തെ വിഭവങ്ങൾ എൻ്റെ ജനങ്ങൾക്ക്, എൻ്റെ നാട്ടുകാർക്ക്, ഇന്ത്യക്കാർക്കുള്ളതാണ്, ആസാമീസിനുള്ളതാണ് എന്ന് പറഞ്ഞ് അത് ചൂഷണം ചെയ്യുന്ന തേരട്ടകളെ വലിച്ചു പറിച്ച് തീയിലിട്ട് കത്തിച്ച് കളയാൻ ഹിമന്ത ബിശ്വ ശർമ്മ കാണിക്കുന്ന ഒരു ആർജവമുണ്ടല്ലോ, തൻ്റെ ഇടം. അതാണ് ഒരു ട്രൂ ഇന്ത്യൻ്റെ സ്പിരിറ്റ്. ഏതായാലും ആസാമിൽ ഇനിയിപ്പോൾ ഹിന്ദുവിൻ്റെ ഭൂമി വാങ്ങി ഉടമയായി മാറിയിട്ട് ജനസംഖ്യ അട്ടിമറിച്ച് ഇസ്ലാമിക ജിഹാദ് നടത്താൻ വരുന്നവർക്ക് കഷ്ടകാലം വീണ്ടും തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.